പാടി ഇനി നടക്കില്ല. കാരണം മനുഷ്യജീവൻ വെച്ചുള്ള കളിയാണ്, തീക്കളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിശാലമായി ഇരുന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. സുരക്ഷയ്ക്ക് മുൻകരുതൽ വേണം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ശരിയായ രീതിയിൽ ഈ മാധ്യമങ്ങൾ ഡോക്ടർമാരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നത്, ഡോക്ടർമാരുടെ അഭിപ്രായമല്ല പ്രശ്നം. ഇതിനകത്ത് ഔദ്യോഗികമായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യത്തിനുള്ള ഏജൻസി എന്താണ്, ഒരു സംവിധാനം എന്താണ്? വനംവകുപ്പാണ്. വനംവകുപ്പിന്റെ കൺസർവേറ്റർ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇനി അതിനപ്പുറത്ത് കോടതിയുടെ മുന്നിൽ എത്തുമ്പോഴത്തേക്ക് കോടതി എന്താണ് പരിഗണിക്കുക? സർക്കാരിന്റെ റിപ്പോർട്ടുകളാണ് പരിഗണിക്കുക, അല്ലാതെ മാധ്യമങ്ങൾ ഡോക്ടർമാരോട് ചോദിക്കുന്ന അഭിപ്രായങ്ങളൊന്നും അല്ല പരിഗണിക്കുക. മനുഷ്യന്റെ ജീവനും പരിഗണിക്കപ്പെട്ടുകൊണ്ട് തുടർന്നുള്ള സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ജില്ലാ കളക്ടർമാർക്കാണ് ഇപ്പോൾ മോണിറ്ററിംഗിന്റെ ഈ പരിപാലന ചുമതല നൽകിയിരിക്കുന്നത്. അപ്പോൾ അവരും ഈ വനംവകുപ്പിന്റെ റിപ്പോർട്ടും ചേർത്ത് വായിച്ചുകൊണ്ട് തുടർ നടപടി സ്വീകരിക്കട്ടെ. എന്തായാലും മനുഷ്യന്റെ ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ ഉത്സവങ്ങളൊക്കെ യഥാവിധി നടക്കുമ്പോഴും മനുഷ്യജീവൻ വളരെ പരമപ്രധാനമായി മാറും. നമുക്കിനി കൊച്ചിയിലേക്ക് പോകാം. അവിടെ ആഗോള നിക്ഷേപ സംഗമം തുടങ്ങുകയാണ്. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഇടം നേടാൻ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് തിരിതെളിയുന്നു. 2 ദിവസങ്ങളിലായി കൊച്ചിയിൽ ചേരുന്ന ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. 50 കോടിയിലേറെ മുതൽ മുടക്കുള്ള പദ്ധതികൾ അവതരിപ്പിക്കും. ലോകത്തിന് മുൻപിൽ കേരളത്തിനെ അടയാളപ്പെടുത്തുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. വാക്കുകളിലേക്ക്. 26 രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ പങ്കെടുക്കുന്നു എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാണ്. അത് വലിയ തോതിലുള്ള ഒരു മാറ്റം നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ വന്നിരിക്കുന്നു. കേരളത്തിലേക്ക് ലോകം നോക്കുന്നു. കേരളം ലോകത്തിന് മുൻപിൽ വിസിബിൾ ആയിരിക്കുന്നു. നമ്മുടെ പൊട്ടൻഷ്യൽ ലോകം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. നേരത്തെ നിങ്ങൾ, പിന്നെ ഞങ്ങൾ എന്നതിൽ മാറി ഇത്തവണത്തെ ഇൻവെസ്റ്റ് സമ്മിറ്റ് നമ്മളാണ് സംഘടിപ്പിക്കുന്നത്. നിങ്ങളെ കൂടി ചേർത്ത് ഞാൻ പറയുന്നത്, ഗവൺമെന്റ്, പ്രതിപക്ഷം, ഇൻവെസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റി, മാധ്യമങ്ങൾ എല്ലാവരും ചേർന്നാണ് ഇത്തവണത്തെ സമ്മിറ്റ് നടത്തുന്നത്. കാരണം അങ്ങനെ അല്ലാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തായാലും നമ്മുടെ വ്യവസായ മേഖലയെ സംബന്ധിച്ചോളം ഒരു പുതിയൊരു കാഴ്ചപ്പാടിലേക്ക്, ചുവടുവയ്പ്പിലേക്ക് നീങ്ങണം. കാരണം ചുവപ്പ് നാട, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു വ്യവസായം സംരംഭം നാട്ടിൽ തുടങ്ങിയാൽ ഉണ്ടാകാവുന്ന, നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അന്തരീക്ഷങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ലൈസൻസ്, മറ്റ് അനുമതികൾ, ഈ കാര്യത്തിലൊക്കെ കിട്ടുന്നതിന് ഒരുപാട് നൂലാമാലകൾ ഉണ്ടായിരുന്നു. അത് കുറച്ച് നാളായിട്ട് പല സർക്കാരുകളുടെ സമയത്തു നിന്നായിട്ട് ലഘൂകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ കുറച്ചുകൂടി ഈ ഒരു സമ്മിറ്റിൽ ട്രേഡ് യൂണിയൻ നേതാക്കൾ കൂടി പങ്കെടുക്കും. അല്ല, ട്രേഡ് യൂണിയൻ മാത്രമല്ല, പോസിറ്റീവായിട്ട് കാണേണ്ട കാര്യം പ്രതിപക്ഷം ഒരു തീരുമാനമെടുത്തു. ഈ ആഗോള നിക്ഷേപക സംഗമത്തിന്റെ ഭാഗമാകാൻ തീരുമാനമെടുത്തു. അത് തന്നെ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന ഒരു സന്ദേശം. അത് ഏത് കാലത്താണെങ്കിലും ഗോവിന്ദ മാഷ് സംസാരിക്കുന്നു. ഒരു നയമാറ്റവുമില്ല, വ്യതിയാനവുമില്ല, മാറ്റവുമില്ല. കേരളത്തെ വികസിപ്പിക്കാതെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനാവില്ല. അപ്പോൾ ജനങ്ങളുടെ ജീവിത നിലവാരം ഒരു 10-20 വർഷം കൊണ്ട് 400 വർഷക്കാലത്തെ വളർച്ച നേടിയ, വികാസം നേടിയിട്ടുള്ള വികസിത, അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് നവകേരളം. അതാണ് CPIM ഉദ്ദേശിക്കുന്നത്. അതുതന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത്. അതുതന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതാണ് നടപ്പിലാക്കുന്നത്. സർക്കാരിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നയമാറ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് ഗോവിന്ദ മാഷ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പ്രതിപക്ഷം നൽകുന്ന സന്ദേശം, ഈ ഇൻവെസ്റ്റേഴ്സായിട്ട് വരുന്നവർക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്, പ്രതിപക്ഷത്തിന്റെ കൂടി സഹകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു കാര്യത്തിൽ തന്നെ ആയിരിക്കണം പ്രതിപക്ഷവും ഇങ്ങനെ സഹകരിക്കാൻ തീരുമാനിച്ചത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നിപ്പോ അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അടക്കമുള്ളവർ ഈ നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, അങ്ങനെ സംവാദം, സംരംഭങ്ങൾ, സാധ്യതകൾ, വിശാല കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു സമ്മിറ്റാണ്. അപ്പോൾ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട അതിഥികൾ, അല്ലെങ്കിൽ ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന എത്രത്തോളം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒക്കെയുണ്ട്? വ്യവസായ പ്രമുഖർ ആരൊക്കെയാണ്? എപ്പോഴാണ് മുഖ്യമന്ത്രി ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിക്കുക?
കേരള ആദ്യമായിട്ടുള്ള 4ാമത്തെ നിക്ഷേപക ഉച്ചകോടിക്ക് അല്പസമയത്തിനകം തുടക്കമാകും. ഇൻവെസ്റ്റ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ പ്രമുഖ വ്യവസായികൾ ഉൾപ്പെടെയുള്ള അദാനി ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് കരൺ അദാനിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 26ഓളം രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകൾ അതോടൊപ്പം തന്നെ 50 കോടിക്ക് മുകളിൽ നിക്ഷേപം പ്രതീക്ഷിക്കാവുന്ന പദ്ധതികൾ എല്ലാം ഈ സമ്മിറ്റിൽ പരിഗണിക്കപ്പെടും. മന്ത്രി രാജീവ് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് മുൻപൊക്കെ നിങ്ങൾ എന്ന രീതിയിലായിരുന്നു എല്ലാം പോയിരുന്നത്. പക്ഷേ ഇക്കുറി നമ്മളാണ് ഈ നിക്ഷേപക സംഗമം നടത്തുന്നത്. അതിൽ ഗവൺമെന്റ് ഉണ്ട്, പ്രതിപക്ഷമുണ്ട്, അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുണ്ട്, മറ്റ് എല്ലാവരും വ്യവസായികളുണ്ട്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമ്മിറ്റാണ് കൊച്ചിയിൽ സംഘടിപ്പിക്കുന്നത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മിറ്റിൽ എത്രത്തോളം പദ്ധതികൾക്ക് അംഗീകാരം നൽകും എന്നുള്ളത് 2ാമത്തെ ദിവസം മാത്രമേ വ്യക്തമാകുള്ളൂ. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു ആവേശം ഈ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ പ്രകടമായിരുന്നു. 2000 കമ്പനികളുടെ രജിസ്ട്രേഷൻ ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 6000-ലധികം കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പ്രപ്പോസൽ പരിഗണിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് കഴിഞ്ഞതിന് ശേഷവും അക്കാര്യത്തിൽ ഫോളോ അപ്പുകൾ ഉണ്ടാകും. നിലവിൽ സമർപ്പിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളുടെയും സ്ക്രൂട്ടണി ഉണ്ടാകും. അങ്ങനെ കേരളം വ്യവസായ അനുകൂലമായ ഒരു അന്തരീക്ഷം ഒരുക്കിയെടുക്കുക എന്നതിനാണ് മുൻഗണന നൽകുന്നതെന്നാണ് വ്യവസായ മന്ത്രി പറഞ്ഞത്. അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞ് നവകേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു പാതയായിട്ടാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിനെ കാണുന്നത്. അതിൽ ഒരു തരത്തിലുള്ള നയവിജ്ഞാനവും ഉദ്ഘാടനം നിർവഹിക്കും. ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റിന് അങ്ങനെ തുടക്കമാകും. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.